ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. സോ കുറേ നാൾക്ക് ശേഷം കാണുകയാണ്. ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദ യൂട്യൂബ്. കാര്യം കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇങ്ങനത്തെ ഫീച്ചർ ആയിട്ടുള്ള വീഡിയോ ഇട്ടില്ല. 2 മാസം മുമ്പാണ് വീഡിയോ ഇട്ടത്. സോ സീയിങ് യൂട്യൂബ് ആഫ്റ്റർ എ ലോങ് ടൈം. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. അതെന്ന് പറയുന്നത് OnePlusന്റെ നോഡ് CE3 ലൈറ്റ് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ റീസെൻ്റ് ആയിട്ടാണ് OnePlusന്റെ നോഡ് CE4ഉം C4 ലൈറ്റ് റിലീസായത്. എനിക്ക് തോന്നുന്നു ഏകദേശം 20,000 മുകളിലാണ്. ഇന്ത്യൻ പ്രൈസ് 20,000 എബോ 20,000 ആണ്. ഓൾസോ ദുബായിൽ എനിക്ക് തോന്നുന്നു 1,000 എബോ ആണ്. പക്ഷേ എനിക്ക് ഡിസൈൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് മേടിക്കുമ്പോൾ C4 റിലീസ് ആയിട്ടില്ല. ആക്ച്വലി ഇതൊരു യൂസർ എക്സ്പീരിയൻസും കൂടിയാണ്. കാര്യം ഞാൻ ഇത് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസിനും കൂടി ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. സോ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ പാക്കേജിങ് വരുന്നത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് OnePlusന്റെ ഒരു ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ലോഗോ നമുക്ക് ആദ്യം എടുക്കാം. ഇതിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആയിരിക്കാം. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. സോ ലെറ്റ്സ് ജസ്റ്റ് OnePlus നോഡ് CE3 ലൈറ്റ്. ഇതിൻ്റെ സത്യം പറയാമല്ലോ, ഇതിൻ്റെ ബാക്ക് നല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. ഞാനത് പറഞ്ഞുതരാം ഇത് ഈ ഒരു അൺബോക്സിങ് കഴിഞ്ഞിട്ട്. ഇതിൻ്റെ അടിയിൽ വരുന്നത് 67 വാട്ട്സിൻ്റെ ഒരു സൂപ്പർ വൂക്ക് ചാർജറാണ് വരുന്നത്. ബട്ട് ദ പ്രോബ്ലം ഇസ് വേറെ അടുത്ത്, അതായത് ഇന്ത്യയിലൊക്കെ വരുന്നത് 69 വാട്ട്സിൻ്റെ സൂപ്പർ വൂക്ക് ചാർജർ, ഇവിടെ വരുന്നത് 67 വാട്ട്സിൻ്റെ സൂപ്പർ വൂക്ക് ചാർജറാണ്. വൈ ഇസ് ദാറ്റ്? പിന്നെ നമുക്ക് അഫ്കോഴ്സ് നമുക്ക് ചാർജിങ് കേബിൾ, അത് റെഡ് എന്ന തീമിലാണ്. അഫ്കോഴ്സ് OnePlusന്റെ ഒഫീഷ്യൽ റെഡ് തീമിലാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു ക്ലിയർ കേസ് വരുന്നുണ്ട്. പിന്നെ ക്വിക്ക് ഗൈഡ്, സേഫ്റ്റി ഗൈഡ്, ആൻഡ് ഓൾസോ നോഡിൻ്റെ ഇങ്ങനത്തെ ഒരു ഇടണം. ഇതിൻ്റെ പുറകിലായിരിക്കും സിം എജക്ഷൻ ടൂളും. ബട്ട് ദ പ്രോബ്ലം ഇസ് ഇതിൻ്റെ കൂടെ സ്റ്റിക്കേഴ്സ് വരുന്നില്ല. ഐ ഡോണ്ട് നോ വൈ ഈസ് ദാറ്റ് സോ. സോ 2 കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ളത്. ഒന്ന് 69 വാട്ട്സിൻ്റെ ഒരു സൂപ്പർ വൂക്ക് ചാർജർ, 67 വാട്ട്സിൻ്റെ ഒരു സൂപ്പർ വൂക്ക് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ സ്റ്റിക്കർ ഈസ് നോട്ട് അവൈലബിൾ. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ ഫോൺ. സോ ഗൈസ്, ഇപ്പം ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 മന്തോളം ആകുന്നു. ഓൾമോസ്റ്റ് 1 മന്തോളം. ഐ ആം വെരി ഹാപ്പി വിത്ത് ദ ഫോൺ. കാര്യം ഇതിൽ 2-3 അതായത് ഫ്ലോസ് ഉണ്ട്. എന്നാലും ഐ തിങ്ക് ഇറ്റ്സ് ഓവറോൾ ദിസ് ഇസ് എ വണ്ടർഫുൾ ഫോൺ ഫോർ ദ പ്രൈസ് റേഞ്ച്. ആ പ്രൈസ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാൻ കാര്യം ഇതിപ്പം ബഡ്ജറ്റഡായിട്ട് നോക്കുന്നതാണ്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ വില 720 ദിർഹംസ് തൊട്ട്, അതായത് 720 ദിർഹംസ് തൊട്ട് ഏകദേശം 1000 വരെ പോകുന്നുണ്ട്. 1000 വരെ പോകുന്നത് ഞാൻ കണ്ടതനുസരിച്ച് ഷറഫ് DJയിലായിരുന്നു ആ ഒരു ഓഫർ ഞാൻ കണ്ടത്. പേസ്റ്റൽ ഗ്രീൻ കളർ, അതായത് ഇതിൻ്റെ തന്നെ വേറൊരു കളർ. ഇതിപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആണ്, മിഡ് നൈറ്റ് ബ്ലാക്ക്, അങ്ങനത്തെ ഒരു കളറാണ്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊരു ഫീച്ചറാണ് ഇതേ, നമ്മളിങ്ങനെ V എന്ന് ഓഫ് ആയിട്ടിരിക്കുന്ന സ്ക്രീനിൽ V എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആകുന്നത്. ഇതിൻ്റെ ഫീച്ചർ മാത്രമല്ല, OnePlusന്റെ ഒരു ഫീച്ചറാണ്. വേറെ ഫോണുകളിലുണ്ടെന്ന് തോന്നി, ഇഫ് ഐ എം നോട്ട് റോങ്. പിന്നെ ഇങ്ങനെ തന്നെ കുറേ ഗെസ്റ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 2 ഫിംഗർ വെച്ചിട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ പാട്ട് ഓൺ ആവും. ഈ അതായത് ഇങ്ങനെ അടിക്കുമ്പോഴത്തേന് നെക്സ്റ്റ് സോങ് പ്ലേ ആവും. ഇങ്ങനെ ആക്കുമ്പോഴത്തേന് അതിന് മുമ്പുള്ള സോങ് പ്ലേ ആവും. ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ഓഫ് സ്ക്രീനിൽ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഞാൻ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് ഭയങ്കര സ്പീഡ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്, കണ്ടോ? അതായത് സോ ഫാസ്റ്റ് ആണ്. ഇതിപ്പം ഫിംഗർ പ്രിൻ്റ് ആയിരുന്നു, പെട്ടെന്നാണ് ആവുന്നത്. അതായത് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ആണ്. കാര്യം ഇത് ഏതൊരു ആംഗിളിൽ നിന്ന് ഞാനിപ്പോൾ നോക്കിയത്, അല്ലാണ്ട് ഇവിടാണ് ഫോൺ ഭയങ്കര, ഞാൻ ഇത്രയും ദൂരത്തു നിന്നും അതിനെ കണ്ടിട്ട് ഞാൻ ഇവിടാണ് ഞാൻ ക്യാമറ കാണുന്ന രീതിയിൽ കണ്ടോ. ഇറ്റ് റെക്കഗ്നൈസസ് ഇറ്റ് ആൻഡ് ഓപ്പൺസ്. എൻ്റെ ഫിംഗർ പ്രിൻറ്റ്, ഞാൻ ഈ ഒരു ഫിംഗറാണ് കൊടുക്കുന്നത്. എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇതിലാണ് ഇരിക്കുന്നത്. ഓണാക്കണേ, കണ്ടോ? ഞാൻ ഇങ്ങനെ നോക്കി നിന്നാൽ പോലും ഇറ്റ് ടേൺസ് ഓൺ ദ ഫോൺ. അതത്ര എന്താ പറയുക, വെൽ ഒപ്റ്റിമൈസ്ഡ് ആണെന്നുള്ളതാണ്. കണ്ടോ? ഐ എം ലുക്കിംഗ് ഹിയർ, ദ ഫോൺ ഗെറ്റ്സ് അൺലോക്ക്ഡ്. കണ്ടോ? ദാറ്റ്സ് എ ഗുഡ് തിങ്. ആൻഡ് ഞാൻ വിചാരിച്ചു ഐ തിങ്ക് ദിസ് ഇസ് ജസ്റ്റ് ക്യാപ്പ്. കാര്യം അങ്ങനെ ഇത്ര സ്പീഡിൽ ഓൺ ആവുന്നതാണെങ്കിൽ ഞാൻ വേറെ എൻ്റെ ഫ്രണ്ട്സിലൊക്കെ ടെസ്റ്റ് ചെയ്തു. നോ ഇറ്റ് വോണ്ട്. എൻ്റെ ഫേസ് തന്നെയാണ്. ഞാൻ ചിലപ്പോൾ നോക്ക് ഓഫ് വല്ലതാണെന്നൊക്കെ വിചാരിച്ചു. നോ ഇറ്റ് ഈസ് നോട്ട്.
ഡെഫിനറ്റ്ലി ഐ ലവ് ദ ഫേസ് റെക്കഗ്നിഷൻ, ഇറ്റ്സ് അമേസിങ്. പിന്നെ ഇതിലുണ്ടാകുന്ന 2 ഫ്ലോസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഐ തിങ്ക് ദേ വുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഗിവൺ AMOLED, ബിക്കോസ് ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പം AMOLED കൊടുക്കുന്നത് റെഡ്മി കൊടുക്കുന്നുണ്ട്, മോട്ടോ കൊടുക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ദേ ഹാവ് ടു ഗിവ് എന്താ പറയുക, ഈ LCD ഡിസ്പ്ലേ മാറ്റിയിട്ട് ഒരു AMOLED കൊടുക്കേണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു തോന്നുന്നു, ഇപ്പം നോട്ട് റോങ്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കൊടുത്തേക്ക് എന്തായിരുന്നു CE2 കൊടുത്തില്ല, CE2 ലൈറ്റിൽ എന്തായിരുന്നു കൊടുത്തിരിക്കുന്നത് നോക്കാം. സിമിലർ പ്രൈസ് റേഞ്ചിങ്ങിലായിരുന്നു ഈ ഒരു ഫോൺ ഇറങ്ങിയത്. എന്നാൽ ഇപ്പം ഭയങ്കരമായിട്ട് പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സോ യു ഗൈസ് ക്യാൻ ചെക്ക് ദിസ് ഔട്ട്. ഇപ്പം നല്ല വിലക്കുറവാണ്. ഈ ഫോണാണ് എന്തുകൊണ്ട് ഞാൻ ഈ കണ്ട CE4 കാട്ടിൽ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ചേഞ്ച് ആയത് എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേ ആണ്. Other than that, I think this phone is a killer for sure. ഇത് ജസ്റ്റ് അമേസിംഗ് ആണ്. എനിക്കിതിൻ്റെ യൂസർ, എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആണെങ്കിലും ഗെയിമിംഗ് വന്നിട്ട് പോകും. കാര്യം സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്സെറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ചിപ്സെറ്റ്. ബഡ്ജറ്റ് ഫോൺസിന് ഐ തിങ്ക് ദാറ്റ്സ് ആൻ അമേസിംഗ് ചിപ്സെറ്റ്. ഗെയിമിങ്ങിന് വേണ്ടി ഓറിയൻറ്റഡ് കൂടിയാണ്. പിന്നെ വൺ മോർ തിങ് ഞാൻ പറയണമെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് 120 ഹേർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. യെസ്, 120 ഹേർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്, ബട്ട് LCD ഡിസ്പ്ലേ ആണ്. ഐ തിങ്ക് ബട്ട് അവർ നന്നായിട്ട് ആ ഒരു LCD ഡിസ്പ്ലേ ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, നല്ല രസമാണ്. അതിനകത്ത് എൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടല്ലേ, യു കാൺ സീ. അത്രയ്ക്കും എന്താ പറയുക, ഭയങ്കര എന്താ പറയുക ബ്രൈറ്റ് ആണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. ഈവൻ എനിക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ഫോർ ദ പ്രൈസ് റേഞ്ച്. ഓക്കെ, ഇപ്പം ഇറങ്ങുന്ന ഫോണുകൾക്കൊക്കെ 1200 നെറ്റ്സ്, 2000 നെറ്റ്സ്, 3000 നെറ്റ്സ് ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ എൻ്റയർ വീഡിയോ ടോക്ക് ചെയ്യാൻ പോകുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി 4000 dirhams അല്ലെങ്കിൽ 5000 dirhamsൻ്റെ ഫോൺ റേഞ്ചിനെ അല്ല പറയുന്നത്. ലൈക്ക് സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ, ഐഫോൺ, ഇതിൻ്റെ ബേസിക്കലല്ല ഞാൻ പറയാൻ പോകുന്നത്. OnePlus എന്ന് പറയുന്നത് OnePlus തന്നെയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺസ് ഇൻ ദ ചൈന മാർക്കറ്റ്. കാര്യം നമ്മൾ ചൈന മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഫോൺസ് എന്ന് പറയുന്നത് ഒന്ന് ഹ്വാവേയും ഒന്ന് OnePlus ആണ്. കാര്യം ഹ്വാവേയിലാണെങ്കിൽ കുറച്ചുകൂടി ബ്ലോട്ട് വെയർ വരുന്നുണ്ട് ചില സമയത്തൊക്കെ. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ച ഫോൺ നോവ 10 SEയിൽ ഫസ്റ്റ് കുറച്ച് 3-4 ബ്ലോട്ട് വെയർ ഉണ്ടായിരുന്നു. അതായത് 4-5 ആഡ് ഉണ്ടായിരുന്നു. അല്ല, ഇപ്പോഴും ആഡ് ഉണ്ട്. അവരുടെ ആപ്പുകൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആപ്പ് ഗാലറി ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും ആഡ് ഉണ്ട്. ബട്ട് ഓവറോൾ ഐ തിങ്ക് ഹ്വാവേ ഇസ് എ ഗുഡ് ഫോൺ. പിന്നെ OnePlusൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു ആഡ് പോലും ഞാൻ കണ്ടില്ല. ആഡ് വരുന്ന ഏതാണെന്നറിയോ, ഗൂഗിളിൻ്റെയാണ്. അതായത് മാച്ച് നടക്കുന്നുണ്ട്, ഇപ്പോൾ യൂറോ കപ്പ് നടക്കുന്നുണ്ട്, കോപ്പ അമേരിക്ക നടക്കുന്നുണ്ട്, ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ന്യൂസ് ഉണ്ടല്ലോ, അതിങ്ങനെ വരും. അത് നമുക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ചെന്നാൽ അതും ഓഫ് ചെയ്തിടാം. ബട്ട് ഐ തിങ്ക് എനിക്കത് ഇഷ്ടമാണ്. കാരണം എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ടേൺ ഓഫ് ചെയ്തിട്ടുള്ള ബാക്കി ഒരു കാര്യം വരില്ല. കാര്യം വേറെ ഫോണുകൾ ഇപ്പോൾ റെഡ്മി ആണെങ്കിലും ഇപ്പം ഓപ്പോ ആണെങ്കിലും ഇതിലെല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു മാനുഫാക്ചറാണ്. അതായത് ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. OnePlus ആണെങ്കിലും ഓപ്പോ ആണെങ്കിലും റെഡ്മി, അതായത് ഷവോമി, എല്ലാം ഒരു കുടക്കീഴിലുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്, ആ ഒരു ഗ്രൂപ്പിൻ്റെ പേര് BBK എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൊളാബറേഷൻ അണ്ടറിൽ വരുമ്പോഴത്തേന് ദേ ആർ സ്റ്റാൻഡിങ് ഔട്ട്. കാര്യം ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ അവരവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് ഫോൺ ഈസ് വണ്ടർഫുൾ. പിന്നെ ഞാനിപ്പോൾ ഒരു മാസം കൊണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലം തന്നെ, ഈ കേസ് ഇസ് വൺ ഓഫ് ദി വേഴ്സ്റ്റ് കേസ്. എനിക്കറിയാമല്ലോ എല്ലാ കേസും, പക്ഷെ അറ്റ്ലീസ്റ്റ് ദേ ആർ ഗിവിങ് എ കേസ്, അത് നല്ലതാണ്. മഞ്ഞിച്ച് തുടങ്ങി ഓൾറെഡി. സോ ഐ തിങ്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടി ഉപയോഗിച്ച് എത്ര മഞ്ഞാന്ന് നോക്കാം. പിന്നെ ക്യാമറ ക്വാളിറ്റി ഞാൻ അത്ര നല്ലതാണെന്ന് പറയത്തില്ല. ബിക്കോസ് രാവിലെ ആണെങ്കിൽ യു ഗെറ്റ് നൈസ് ഫോട്ടോസ്, രാത്രി ഒക്കെ ആകുമ്പോഴത്തേന് ഈ സ്ട്രഗിൾസ്. കാര്യം ആ ഒരു പെർഫെക്റ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യാണ് നടക്കുന്നത്. ഓവറോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിന് വേറൊരു ഫോൺ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. മോട്ടോ G84 എന്ന് പറഞ്ഞൊരു ഫോണുണ്ട്. ബെസ്റ്റ് ഫോണാണ്. കാര്യം AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബട്ട് ദിസ് ഈസ് മോട്ടോറോള അല്ല, അത് മോട്ടോറോള, ദിസ് ഈസ് OnePlus. ഡിഫറൻസ് ഇസ് ദെയർ. എനിക്ക് പേഴ്സണലി ഞാൻ ഫസ്റ്റ് ടൈമാണ് OnePlus ഉപയോഗിക്കുന്നത് തന്നെ. ഞാൻ ഇതുവരെ OnePlus ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫോൺസ് എന്ന് പറയുന്നത് ഹ്വാവേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഹ്വാവയാണ്. കാര്യം ഞാൻ ദുബായ് ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഹ്വാവേ എത്ര അടിപൊളിയാണ്. കാര്യം ഈ ഒരു ദുബായ് മാർക്കറ്റ് മൊത്തം എനിക്ക് ടോപ്പ് 3 ഹ്വാവേ ഉണ്ട്. പിന്നെ ഐഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. സാംസങ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പണ്ടെങ്ങാണ്ടൊരു സാംസങ് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാതെ ഞാനൊരു സാംസങ് ഉപയോഗിച്ചിട്ടില്ല. സോ ദ ബെസ്റ്റ് ഫോൺ ദാറ്റ് ഐ ഹവ് യൂസ്ഡ് till now is iPhone, of course. 12 Pro Max ആണ് ഉപയോഗിച്ചത്.
അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫോണും. ബട്ട് ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ജസ്റ്റ് എ കില്ലർ ഫോർ ഷുവർ. എങ്ങനെ പോയാലും ഈ ഒരു ഫോണ് ജസ്റ്റ് ഔട്ട് ഓഫ് ദി ബോക്സ് ആണ്. ഓൾസോ കംസ് വിത്ത് ആൻ ആൻഡ്രോയിഡ് 14. പിന്നെ ഇതിനകത്ത് വരുന്ന ഓക്സിജൻ നോയ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ്. അത് ഓക്സിജൻ നോയ്സിൻ്റെ 14 ആണ് ഓക്സിജൻ നോയ്സ് വരുന്നത്. ഓക്സിജൻ നോയ്സ് ആണ്. പിന്നെ 256 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, 8GB 256. ഇതിനകത്ത് എക്സ്പാൻഡബിൾ റാം ഉണ്ട്, അതായത് 8GB to 12GB ആണെന്ന് തോന്നി, ഇഫ് ഐ എം നോട്ട് റോങ്. യെസ്, 12GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 5000 mAh ഒരു ബാറ്ററിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ 67 watts ഫാസ്റ്റ് ചാർജർ പെട്ടി തന്നെ കൊടുത്തിട്ടുണ്ട്. യെസ്, ആൻഡ് ഇറ്റ് ചാർജസ് ഫുൾ 0 to 100 in around 30 minutes. I love it. പിന്നെ സ്ക്രീൻ സൈസ് പറയുകയാണെങ്കിൽ 6.72 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ, IPS LCD ഡിസ്പ്ലേ, 120 Hz പറയുകയാണെങ്കിൽ ക്വാൽകോം സ്നാപ്ഡ്രാഗണിൻ്റെ 695 5G ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. അതായത് ഞാൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അത് ബ്ലറാണ്. ഓക്കെ, ക്യാമറയുടെ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ 16 MP, ബാക്ക് ക്യാമറ 108, അതായത് 108 ആണ് മെയിൻ സെൻസർ വരുന്നത്. സെക്കൻഡ് വരുന്നത് 2 MP, വീണ്ടും 2 MP, രണ്ട് ക്യാമറയാണ് വരുന്നത്. ഓവറോൾ ഞാൻ ഈ ഒരു ഫോൺ പറയുകയാണെങ്കിൽ ദിസ് ഈസ് എൻ അമേസിങ് ഫോൺ. ആൻഡ് ഇത് അപ് ടു ഡേറ്റ് ആണ്. ഓൾ ദ അപ്ഡേറ്റ്സ് ആൻഡ്രോയിഡ് OxygenOS 14 ആൻഡ് ആൻഡ്രോയിഡ് 14 ആണ്, അപ് ടു ഡേറ്റ് ആണ്. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഇതിന് വേണ്ടി സ്ക്രീൻ പ്രൊട്ടക്ടർ ആഡ് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് ജസ്റ്റ് ഫോർ പ്രൊട്ടക്ഷൻ. കാര്യം നമുക്ക് ഇവർ തന്നിരിക്കുന്ന ഒരു പ്രൊട്ടക്ടർ പ്ലാസ്റ്റിക് ആണ്, നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ഇട്ടത്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ബെറ്റർ. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് ചെറിയൊരു ഈ ഒരു പ്രൊട്ടക്ടറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എഡ്ജ് കണ്ടില്ലേ, ഇത് കുറച്ചും കൂടി ഇതിലോട്ടാണ്, അതായത് ഡിസ്പ്ലേന്ന് കുറച്ച് ഈ ബ്ലാക്ക് സ്ട്രിപ്പില്ലേ, ഇത് ആക്ച്വലി മൊബൈലിൻ്റെ അല്ല ഈ കാണുന്നത്, ഇത് ആക്ച്വലി പ്രൊട്ടക്ടറിൻ്റെയാണ്. അതിൻ്റെ പുറയിൽ ഡിസ്പ്ലേ ഉണ്ട്, കുറച്ച് പോർഷൻ ഓഫ് ഡിസ്പ്ലേ ഇത് കവർ ചെയ്തിട്ടുണ്ട്, ഈ ബ്ലാക്ക് ബീഡിങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ അത് എൻ്റെ വിഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? പ്രൊട്ടക്ഷൻ. ആൻഡ് ദാറ്റ് ഗീവ്സ് ദാറ്റ്. അത് അത്രേ ഉള്ളൂ. ആൻഡ് ഓവറോൾ ഐ വുഡ് സേ ദിസ് ഇസ് എൻ അമേസിംഗ് ഫോൺ. ഇപ്പം വരുന്ന ഫോണുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം വന്ന CE4 ആണെങ്കിൽ പോലും ഐ ഡി നോട്ട് ലൈക്ക് ഇറ്റ്. ഡിസ്പ്ലേ വൈസ് ഐ തിങ്ക് ഗുഡ്, ബട്ട് സെയിം തിങ്. ഡിസൈൻ ഓൾസോ ഐ ഡി ലൈക്ക്. OnePlus Nord CE3 Lite വേഴ്സസ് Huawei Nova 10 SE, ഈ രണ്ട് ഫോണുമായിട്ടുള്ള ഒരു ഫോട്ടോ കമ്പാരിസൺ ഉടനെ വരുന്നതായിരിക്കും. ആൻഡ് ഐ തിങ്ക് യു ഗൈസ് ഗോണ ലവ് ഇറ്റ്. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ഗൈസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് AJ signing off from Arrow J Vlog, and take care and bye.